ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, ക്രിസ്മസ് ദിവസങ്ങൾ സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണിപ്പോൾ. ഒരു പ്രത്യേക ഒരു ആനന്ദമാണ് നമ്മുടെ ജീവിതത്തിൽ. എനിക്ക് പലപ്പോഴും തോന്നാറ് ക്രിസ്മസ് കാലഘട്ടം അതൊരു ചെറുപ്പത്തിലെ മുതലേ ഞാൻ ഓർക്കുന്നു. ചെറിയ നക്ഷത്രങ്ങൾ ഒക്കെ ഉണ്ടാക്കി അതിനുള്ളിൽ ഒരു ചിരട്ടയ്ക്കകത്ത് മെഴുകുതിരി കത്തിച്ച് വെച്ച് ആ നക്ഷത്രം തെളിഞ്ഞു നിൽക്കുന്നത് രാത്രിയിൽ കണ്ട് വളരെയേറെ സന്തോഷിച്ച ആ കുഞ്ഞ് ബാല്യകാലത്തെ ഞാൻ ഓർക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഈ ക്രിസ്മസ് നല്ല അനുഗ്രഹമായി മാറട്ടെ. പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹമാകണം. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 3-ാമത്തെ തിരുലിഖിതം, നിൻ്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിൻ്റെ പദ്ധതികൾ ഫലമണിയും. അപ്പോൾ നമുക്കിന്ന് പ്രഭാതത്തിൽ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞാൻ ഒത്തിരിയേറെ പ്രയത്നിക്കുന്നുണ്ട് എൻ്റെ കടബാധ്യതയിൽ നിന്ന് മാറാൻ. ഒത്തിരിയേറെ ഞാൻ അധ്വാനിക്കുന്നുണ്ട് ഒരു വീട് പണിയാൻ വേണ്ടി. സാമ്പത്തികമായിട്ടൊക്കെ കുറേ നോക്കിയിട്ട് പക്ഷേ പറ്റുന്നില്ല. ഞാൻ ഒത്തിരിയേറെ ആഗ്രഹിക്കുകയാണ് ഒരു വിദേശയാത്ര. ഞാൻ ഒത്തിരിയേറെ ആഗ്രഹിക്കുകയാണ് എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം. പക്ഷേ പലപ്പോഴും എനിക്കതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കർത്താവേ. എൻ്റെ പ്രയത്നങ്ങളൊക്കെ ഫലശൂന്യമാകുന്ന പോലെ തോന്നുകയാണ്. എന്നാൽ ഈ പ്രഭാതത്തിൽ കർത്താവ് പറയുന്നു, നിൻ്റെ ഒരു പ്രവർത്തികളും ഫലശൂന്യമായി പോവുകയില്ല, അത് ഫലമണിയുക തന്നെ ചെയ്യും. കർത്താവ് സന്നിധി നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ആവശ്യങ്ങളും നിയോഗങ്ങളും സമർപ്പിക്കാം. അതെല്ലാം ഫലമണിയുമെന്ന് കർത്താവ് എന്ന് വചനം പറയുന്നു. സുഭാഷിതങ്ങൾ 16:3, നിൻ്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിൻ്റെ പദ്ധതികൾ ഫലമണിയും. ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥിക്കും, ഞങ്ങൾ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം എല്ലാവരോടും ആയിരിക്കട്ടെ, ഇപ്പോഴും എന്നേക്കും. ആമേൻ.